ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഫസ്റ്റ് തോട്ട് എന്താണ്? കങ്കാരു, ബീച്ചസ്, ഹൈ സാലറി, പിആർ. ബട്ട് ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? ഓസ്ട്രേലിയ ഈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ലൈഫ് സെറ്റിംഗ് കൺട്രി. ജെയിനിസ് ഗ്ലോബലിന്റെ സ്റ്റഡി അബ്രോഡ് സീരീസിൽ ഓസ്ട്രേലിയയെ കുറിച്ച് നിങ്ങൾക്കറിയേണ്ട എവറിത്തിങ്, യൂണിവേഴ്സിറ്റീസ്, എലിജിബിലിറ്റി, ഫീസ്, പാർട്ട് ടൈം ജോബ്, സ്റ്റേ ബാക്ക്, പിആർ, ഫാമിലി ഓപ്ഷൻസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഓസ്ട്രേലിയ ഈസ് എ ഡെവലപ്ഡ് കൺട്രി വിത്ത് സ്ട്രോങ് എക്കണോമി, വൺ ഓഫ് ദ ടോപ്പ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. മാത്രമല്ല സേഫ്, മൾട്ടികൾച്ചറൽ ആൻഡ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി നാഷൻ കൂടെയാണ്. സ്ട്രോങ് ജോബ് മാർക്കറ്റും പിആർ ഓപ്പർച്യൂണിറ്റീസും ഓസ്ട്രേലിയയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കീ ഹൈലൈറ്റ്സ് ഓഫ് ഓസ്ട്രേലിയ: ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, world's 6th largest country by area, ranked among top 10 happiest and safest countries, strong demand for skilled migrants, high quality education with global recognition. ഓസ്ട്രേലിയയിൽ പഠിച്ചാൽ ഡിഗ്രി മാത്രമല്ല, ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഓൾസോ അപ്ഗ്രേഡ് ആവും. ഓസ്ട്രേലിയയുടെ ബേസിക് ഫാക്ട്സ് നോക്കാം. ക്യാപിറ്റൽ വരുന്നത് കാൻബറയാണ്. കറൻസി ഓസ്ട്രേലിയൻ ഡോളർ. ലൊക്കേഷൻ വരുന്നത് ഓഷ്യാനിയയിലാണ്, നിയർ ന്യൂസിലാൻഡ് ആൻഡ് ഇന്തോനേഷ്യ. മേജർ സിറ്റീസ് സിഡ്നി, മെൽബോൺ, ബ്രിസ്ബൻ അങ്ങനെ വരുന്നു. ലാർജസ്റ്റ് സിറ്റി സിഡ്നി ആണ്. ടൈം ഡിഫറൻസ് ഇന്ത്യയേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഓസ്ട്രേലിയയുടെ നോമിനൽ GDP റാങ്ക് ഗ്ലോബലി ടോപ്പ് 15 ആണ്. ഓസ്ട്രേലിയ ഈസ് സ്ട്രോങ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, health care and nursing, engineering, construction and trades, hospitality and tourism, accounting, finance, agriculture and mining. ഓസ്ട്രേലിയയിൽ സ്കിൽഡ് പീപ്പിൾ ഷോർട്ടേജ് ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വെറി ചെയ്യുന്ന കാര്യമാണ് വെദർ അഡ്ജസ്റ്റ്മെന്റ്. ഗുഡ് ന്യൂസ് ഈസ് ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും കംഫർട്ടബിൾ ആയ കൺട്രികളിൽ ഒന്നാണ്. ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് മോസ്റ്റ്ലി വാം ആൻഡ് പ്ലസന്റ് ആണ്. യൂറോപ്പ് പോലുള്ള ഫ്രീസിംഗ് വിന്റേഴ്സ് ഇവിടെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ തിക്ക് ജാക്കറ്റ്, തെർമൽ വെയർ, സ്നോ ബൂട്ട്സ് ഇതൊന്നും ഓസ്ട്രേലിയയിൽ ആവശ്യമില്ല. ഓസ്ട്രേലിയയിലെ ലൈഫ് സ്റ്റൈൽ വളരെ റിലാക്സ്ഡ്, ബാലൻസ്ഡ് ആൻഡ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. സ്റ്റഡി, വർക്ക്, പേഴ്സണൽ ലൈഫ് എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് നൽകുന്ന കൾച്ചർ. ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻസ് എക്സാം സ്ട്രെസ്സിനൊപ്പം ബീച്ച്, സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്യുന്നു. ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. ഓസ്ട്രേലിയയിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ രണ്ടായി തരംതിരിക്കാം: യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. 43 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ 38 പബ്ലിക് യൂണിവേഴ്സിറ്റീസും 3 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും 2 ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും. അതിൽ 8 യൂണിവേഴ്സിറ്റീസ് ലോകത്തിലെ പ്രീമിയം ക്വാളിറ്റി യൂണിവേഴ്സിറ്റിയാണ്. അത് ഗ്രൂപ്പ് ഓഫ് 8 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി ANU, യൂണിവേഴ്സിറ്റി ഓഫ് അഡലെയ്ഡ്, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോൺ, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ്, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, മൊണാഷ് യൂണിവേഴ്സിറ്റി. ഈ 8 യൂണിവേഴ്സിറ്റീസ് ആണ് ഗ്രൂപ്പ് ഓഫ് 8ൽ പെടുന്നത്. കോളേജസ്: പ്രൈവറ്റ് കോളേജ്, പാത്വേ കോളേജ് എന്നിങ്ങനെ 2 തരത്തിലാണുള്ളത്. പ്രൈവറ്റ് കോളേജിൽ UG PG ചെയ്യാൻ പറ്റും. ബട്ട് ഇത് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റഡ് അല്ല. എന്നിരുന്നാലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി യൂണിവേഴ്സിറ്റികളെക്കാളും ഫീസ് വളരെ കുറവാണ്. ഇനി പാത്വേ കോളേജസ്. യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് എൻട്രി പോസിബിൾ അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണിത്. അത് 2 തരത്തിലാണുള്ളത്: അക്കാഡമിക് പാത്വേ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പാത്വേ. ഡയറക്റ്റ് എൻട്രിക്ക് വേണ്ട പെർസെന്റേജ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇവിടെ പഠിച്ചുകൊണ്ട് അടുത്ത ഇയറിലേക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പാത്വേ ചെയ്യാവുന്നതാണ്. കോഴ്സ് ഡ്യൂറേഷൻ UG 3 to 4 ഇയേഴ്സും മാസ്റ്റേഴ്സ് 1 to 2 ഇയേഴ്സും. ഇൻടേക്സ് 2 ഇൻടേക്ക് ആണ് വരുന്നത്: മേജർ ഇൻടേക്കും മൈനർ ഇൻടേക്കും. മേജർ ഇൻടേക്ക് ഫെബ്രുവരി ആൻഡ് ജൂലൈ ആണ്. മൈനർ ഇൻടേക്ക് നവംബർ ആണ്. സക്സസ്ഫുൾ അഡ്മിഷൻ കിട്ടാൻ 3 എൻട്രി റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്. 1 അക്കാഡമിക് എൻട്രി റിക്വയർമെന്റ്, 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻട്രി റിക്വയർമെന്റ്, 3 ജെനുവിൻ സ്റ്റുഡന്റ് എൻട്രി റിക്വയർമെന്റ്.
അക്കാഡമിക് എൻട്രി റിക്വയർമെന്റിൽ UG അഡ്മിഷന് വേണ്ടി പ്ലസ് ടുവിൽ 60 മുതൽ 70% വരെ മാർക്കും, PGയുടെ അഡ്മിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് 50 മുതൽ 75% വരെ മാർക്കുമാണ് വേണ്ടത്. അപ് ടു 10% വരെ മാർക്ക് കുറവുള്ള സ്റ്റുഡൻസിന് പാത്വേ കോളേജ് വഴി 1 ഇയർ നഷ്ടപ്പെടാതെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. IELTS UG സ്റ്റുഡൻസിനാണെങ്കിൽ 6 ഓവറോളും PG സ്റ്റുഡൻസിനാണെങ്കിൽ 6.5 ഓവറോളുമാണ് വേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ജെനുവിൻ സ്റ്റുഡൻറ് റിക്വയർമെൻറ്റ്. ജെനുവിൻ സ്റ്റുഡൻസിനെ നോൺ ജെനുവിൻ സ്റ്റുഡൻസിൽ നിന്നും വേർതിരിക്കാൻ ഓസ്ട്രേലിയ തന്നെ മാനദണ്ഡങ്ങൾ നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്യാപ്സ്, ഫിനാൻഷ്യൽസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇമിഗ്രേഷൻ ഹിസ്റ്ററി, presence of close relatives in Australia, employment details, value of the course to the future aspects of the student, incentive of returning to the home country, economic situation in the home country, relevance of the course to the student's background. സെയിം ഓർ റിലേറ്റഡ് ഫീൽഡ് ചൂസ് ചെയ്യുന്നത് വിസ അപ്രൂവൽ ചാൻസ് കൂട്ടാൻ സഹായിക്കും. ഇനി നമുക്ക് ഫീസിലേക്ക് കടക്കാം. UG അഡ്മിഷന് $23,000 to $50,000 വരെയാണ് ഫീസ് വരുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്കോളർഷിപ്പിൽ കൂടെ അപ്ലൈ ചെയ്യാം. ഫോർ PG അഡ്മിഷൻ $25,000 to $60,000 വരെയാണ് ഫീസ് വരുന്നത്. PhD ജനറലി ഫുള്ളി ഫണ്ടഡ് ആയിരിക്കും. ഇനി നമുക്ക് ലിവിംഗ് എക്സ്പെൻസിലേക്ക് കടക്കാം. ലിവിംഗ് എക്സ്പെൻസ് അപ്രോക്സിമേറ്റ് $29,710 ആണ് പെർ ഇയറിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയി $10,394 കൂടെ വേണ്ടിവരും. കൂടെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് $4,449 കൂടെ വേണ്ടിവരും. ഇനി നമുക്ക് പാർട്ട് ടൈം ജോബിലേക്ക് പോകാം. 48 hours പെർ ഫോർട്ട്നൈറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും. ഫോർട്ട്നൈറ്റ് മീൻസ് 2 weeks ആണ് വരുന്നത്. ഇനി വെക്കേഷൻസിൽ നിങ്ങൾക്ക് ഫുൾ ടൈമും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റേബാക്ക് നോക്കുമ്പോൾ ടോപ്പ് 3 സിറ്റീസിൽ, അതായത് സിഡ്നി, മെൽബോൺ, ബ്രിസ്ബൻ എന്നീ സിറ്റികളിൽ നിങ്ങൾക്ക് UG കഴിഞ്ഞ സ്റ്റുഡൻസിന് 2 years വരെ സ്റ്റേബാക്ക് ലഭിക്കും. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 3 years വരെ സ്റ്റേബാക്ക് ലഭിക്കും. ബാക്കി സിറ്റീസിനെ റീജിയണൽ ഏരിയാസ് എന്നാണ് പറയുന്നത്. റീജിയണൽ ഏരിയാസിനെ 2 കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3. ഇനി കാറ്റഗറി 2 അഡ്ലേഡ് പോലെയുള്ള സിറ്റീസ് ആണ് വരുന്നത്. ഇവിടെ പഠിക്കുന്ന ബാച്ചിലർ സ്റ്റുഡൻസിന് 3 years സ്റ്റേബാക്കും, മാസ്റ്റർ സ്റ്റുഡൻസിന് അപ് ടു 4 years സ്റ്റേബാക്കുമാണ് വരുന്നത്. ഇനി റീജിയണൽ ഏരിയ കാറ്റഗറി 3 പഠിക്കുന്ന സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അപ് ടു 4 yearsഉം, മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 5 yearsഉം ആണ് സ്റ്റേബാക്ക് ലഭിക്കുന്നത്. ഓസ്ട്രേലിയ ഫണ്ടിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. മറ്റു രാജ്യങ്ങളെ പോലെ ഇവിടെ തേർഡ് പാർട്ടീസ് അലൗഡ് അല്ല. 3 to 6 month ഓൾഡ് ഫണ്ടാണ് ഇവിടെ വേണ്ടത്. റെയർ കേസസിൽ ഡ്യൂറേഷൻ കൂടുതൽ വേണ്ടി വരാറുണ്ട്. ഓസ്ട്രേലിയ എല്ലാവർക്കും ഈസി കൺട്രി അല്ല, പക്ഷേ പ്രോപ്പറായി പ്ലാൻ ചെയ്യുന്നവർക്ക് ഓസ്ട്രേലിയ ലൈഫ് ചേഞ്ചിങ് കൺട്രിയാണ്. ഓസ്ട്രേലിയ ഈസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. റൈറ്റ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ പാർട്ട് ടൈം, ഫുൾ ടൈം, PR എന്ന ജേർണി ഈസി ആയി പോസിബിൾ ആക്കാം. 2026 സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള സീറ്റ്സ് ഫാസ്റ്റായി ഫിൽ ആവുകയാണ്. JNS ഗ്ലോബലിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യും. We don't sell Australia dreams. We design Australia journey.